ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ ഭഗവാൻ ശ്രീകൃഷ്ണൻ എങ്ങനെ മരിച്ചു, ശ്രീകൃഷ്ണനെ കൊന്നത് ആരാണ്, അതിൻ്റെ ശാപകഥകളും മരിച്ച ഡേറ്റുകളും അതൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മഹാഭാരതത്തിൽ പറയുന്നതനുസരിച്ച് കുരുക്ഷേത്ര യുദ്ധത്തിൽ നൂറുകണക്കിന് ഗാന്ധാരിയുടെ പുത്രന്മാർ മരിച്ചു. ദുര്യോധനന്റെ മരണത്തിന് തലേ ദിവസം രാത്രി കൃഷ്ണൻ ഗാന്ധാരിയെ കാണാൻ പോയി സഹതാപം പ്രകടിപ്പിച്ചു. കൃഷ്ണൻ മനഃപൂർവ്വം യുദ്ധം അവസാനിപ്പിച്ചില്ലെന്ന് ഗാന്ധാരി കരുതി. ഗാന്ധാരി ശ്രീകൃഷ്ണനെ ശപിച്ചു. നിന്റെ സത്യസന്ധമല്ലാത്ത സമീപനങ്ങൾ കാരണം എനിക്ക് എൻ്റെ 100 മക്കളെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവന്റെ രാജ്യത്ത് സമാധാനമോ സമൃദ്ധിയോ പുരോഗതിയോ ഉണ്ടാകില്ലെന്ന് അവൾ ശപിച്ചു. അവന്റെ മുഴുവൻ രാജവംശവും നഷ്ടത്തിന്റെ അതേ വേദന നിനക്കും അനുഭവിക്കേണ്ടി വരും. 36 വർഷത്തിനു ശേഷം യദുവംശിയിലെ എല്ലാ അംഗങ്ങൾക്കുമൊപ്പം കൃഷ്ണനും മരിക്കുമെന്ന് അവൾ പറഞ്ഞു. യാദവർ വളരെ അഹങ്കാരികളായി മാറിയെന്ന് തോന്നിയ കൃഷ്ണൻ ഇത് സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിനാൽ തഥാസ്തു, അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധാരിയുടെ ശാപം അവസാനിപ്പിച്ചു. 36 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം യാദവന്മാർ ഒരു ഉത്സവം ആഘോഷിക്കുകയായിരുന്നു. ഉത്സവത്തിനിടെ ഏറ്റവും ശക്തനായ യോദ്ധാവ് ആരാണെന്ന് സംബന്ധിച്ച് യാദവന്മാർക്കിടയിൽ ഒരു തർക്കം ഉടലെടുത്തു. തർക്കം താമസിയാതെ ഒരു പോരാട്ടമായി മാറി. യാദവന്മാർ പരസ്പരം കൊല്ലാൻ തുടങ്ങി. ഭഗവാൻ കൃഷ്ണൻ പോരാട്ടം നിർത്താൻ ശ്രമിച്ചു, പക്ഷെ അദ്ദേഹത്തിന് നിർത്താൻ കഴിഞ്ഞില്ല. യാദവർ എല്ലാവരും മരിക്കുന്നതുവരെ പരസ്പരം കൊന്നുകൊണ്ടിരുന്നു. അതിനുശേഷം കൃഷ്ണൻ നിബിഡ വനത്തിലേക്ക് പോയി ആൽമരത്തിന്റെ ചുവട്ടിൽ ഇടതുകാൽ വലതുകാലിന്റെ മുകളിൽ വെച്ച് ധ്യാനിക്കാൻ തുടങ്ങി. ഭഗവാൻ കൃഷ്ണൻ കാട്ടിൽ ഒരു പൈൻ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ ജാരൻ എന്ന വേട്ടക്കാരൻ മാനിനെ വേട്ടയാടുകയായിരുന്നു. ആ വേട്ടക്കാരൻ കൃഷ്ണന്റെ ചലിക്കുന്ന കാൽ ഒരു ഒളിഞ്ഞിരിക്കുന്ന മാനാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു മാരകമായ അമ്പെയ്തു. പാർത്ഥിയുടെ ആ അമ്പ് ഭഗവാൻ കൃഷ്ണന്റെ ഇടതുകാലിന്റെ അടിയിൽ തട്ടി. പാർത്ഥി മാനിനെ പിടിക്കാൻ അടുത്തെത്തിയ ഉടനെ അതൊരു മാനല്ലെന്നും പിതാംബരധാരി ഭഗവാൻ കൃഷ്ണനാണെന്നും അയാൾ കണ്ടു. അയാൾക്ക് തന്റെ തെറ്റ് മനസ്സിലായി. ശ്രീകൃഷ്ണനോട് ക്ഷമയ്ക്കായി പ്രാർത്ഥിച്ചു. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സംഭവിച്ചതെല്ലാം എൻ്റെ ആഗ്രഹപ്രകാരം സംഭവിച്ചു. ത്രേതായുഗത്തിൽ രാമനായി കഴിഞ്ഞ ജന്മത്തിൽ രാമൻ സുഗ്രീവന്റെ സഹോദരനായ ബാലിയെ പിന്നിൽ നിന്ന് കൊന്നുവെന്നും ഇപ്പോൾ അതിന്റെ വില മുൻജന്മത്തിൽ ബാലി രാജാവായിരുന്ന ജരനിലൂടെ അനുഭവിച്ചുവെന്നും കൃഷ്ണൻ പറഞ്ഞു. പ്രപഞ്ചത്തിന്റെ ഭരണാധികാരികൾക്ക് പോലും കർമ്മ നിയമങ്ങൾ അതേപടി നിലനിൽക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വസ്തുത ഈ കഥ മനോഹരമായി വെളിപ്പെടുത്തുന്നു. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നശ്വരലോകം വിട്ടുപോയി. ഭഗവാൻ കൃഷ്ണൻ മരിച്ച സമയമാണ് കലിയുഗത്തിന്റെ ആരംഭമായി കണക്കാക്കപ്പെടുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ 125 വർഷവും 8 മാസവും 7 ദിവസവും ജീവിച്ചു. കുരുക്ഷേത്ര യുദ്ധത്തിന് 36 വർഷങ്ങൾക്ക് ശേഷം BC 3102 ഫെബ്രുവരി 18 ഭഗവാൻ കൃഷ്ണൻ മരിച്ചു. കുരുക്ഷേത്രത്തിൽ മഹായുദ്ധം നടന്നപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന് 89 വയസ്സായിരുന്നു. താങ്ക് യു.